അതായത് പണം കൊടുത്ത് വേണമെങ്കിൽ ഒരു പാർട്ടിയെ തന്നെ പർച്ചേസ് ചെയ്യുക, MLA മാരെ പർച്ചേസ് ചെയ്യുക എന്നുള്ളതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിയുടെ ചെറിയ ചെറിയ ടെക്നിക്കുകൾ, തന്ത്രങ്ങൾ ഇവിടെയും കൂടി പയറ്റാൻ നോക്കി. പക്ഷെ ശോഭാ സുരേന്ദ്രൻ അടപടലം തേഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശോഭാ സുരേന്ദ്രൻ ആദ്യം ആ സ്ത്രീയെ അറിയില്ല എന്ന് പറഞ്ഞു. ആ ഒരു സ്ത്രീയെ പിന്നീടാണ് ആ സ്ത്രീ ഒപ്പം നിൽക്കുന്ന ഫോട്ടോകൾ പുറത്തു വന്നത്. ആ സ്ത്രീ രാജീവ് ചന്ദ്രശേഖരോടൊപ്പം വരെ നിൽക്കുന്നുണ്ട്. പിന്നീട് ആ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല പൊതുവെ. അല്ല, ശോഭാ സുരേന്ദ്രൻ വളരെ നല്ലൊരാളാണ്. കാരണം എന്ന് വെച്ചാൽ 90 സെക്കൻഡിനകത്ത് അവർ 9 നുണകൾ പറഞ്ഞുകൊണ്ട് പല രാഷ്ട്രീയ നേതാക്കന്മാരെ വെട്ടിക്കാൻ അവർ ശ്രമിച്ചു, പരാജയപ്പെടുത്താൻ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ പറയുന്ന ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം പറയുന്നത് ഈ സ്ത്രീയുടെ പുറകെ വന്ന് ഇവർ കാറിൽ കയറി ഇരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനോട് വന്നിട്ട് ചോദിക്കുന്നത്, ശോഭേച്ചി ഇങ്ങനെ പൈസ കൊടുക്കുന്നത് ശരിയല്ലല്ലോ ശോഭേച്ചി എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഇവർ പറയുന്ന വാചകം, ആദ്യം ശോഭേച്ചി അതിനകത്ത് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, കാശ് കൊടുത്തോ എന്നുള്ളതാണ്. അപ്പോൾ കൊടുത്തോ എന്നുള്ളത് ഈ കയറിയ സ്ത്രീ പറയുന്നുണ്ട്, കൊടുത്തു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇവർ വന്നിട്ട് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ശോഭാ സുരേന്ദ്രൻ പറയുന്ന വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഇവരുടെ വെല്ലുമ്മയാണെന്നാണ് പറയുന്നത്. ആ വെല്ലുമ്മേനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ മകളെയും ചെറുമകളെയും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ അവർ മഹാരാഷ്ട്രയിൽ വിമാനമോ ട്രെയിനോ പിടിച്ച് ഇവിടെ വരെ എത്തിയിട്ട് അവർ ശോഭാ സുരേന്ദ്രൻ്റെ കാറിൽ കയറി ജസ്റ്റ് ഇവരുടെ വീടിൻ്റെ മുമ്പിൽ എത്തിയിട്ട് വെല്ലുമ്മയോട് ഭയങ്കരമായ സ്നേഹമുണ്ട്, പക്ഷെ ഒരു വെല്ലുമ്മയോട് ഒന്നും മിണ്ടുന്നില്ല, ജസ്റ്റ് കാശ് ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അപ്പം തന്നെ ഓടിക്കളയാണ്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടത് അത്തരത്തിലുള്ളൊരു മകൾ നമുക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതായത് മഹാരാഷ്ട്രയിൽ നിന്ന് വണ്ടി പിടിച്ച് ഇവിടെ വരെ വന്നിട്ട് 5000 രൂപ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഓടിക്കളയുന്നു. പിന്നെ അങ്ങനത്തെ ഒരു വെല്ലുമ്മ എനിക്കില്ലല്ലോ എന്നുള്ള ഒരു ഭയങ്കര സങ്കടം എനിക്ക് തോന്നി. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയത്തില്ലയും പറയുന്നില്ല മകളൊന്ന് കയറിയിരിക്കും, മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതല്ലേ ഒന്നും പറയുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു വെല്ലുമ്മയും മകളുമായിട്ടുള്ള വളരെ അനിതസാധാരണമായ ബന്ധാണ്. പറയട്ടെ വെല്ലുമ്മ വോട്ട് ചെയ്യാനല്ല, വെല്ലുമ്മ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, എല്ലാവരോടും ഞാൻ വന്നപ്പോൾ പണം ചോദിച്ചിരുന്നു, ഒരു മാസം മരുന്നിന് 5000 രൂപ വേണം, അതുകൊണ്ട് 5000 രൂപ ചോദിച്ചു, പക്ഷെ ഇവർ മാത്രമേ തന്നുള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അത് കഴിഞ്ഞിട്ട് അവർ മാറ്റി പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി ഇത് ഈ കാറിന്റെ ഇൻസിഡന്റിലേക്ക് വരാം. കാറിന്റെ ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ ഇവരോട് നേരെ വീണ്ടും ചോദിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട്, നീ ആരുടെ എന്റെ വീഡിയോ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വന്നിട്ട് വീഡിയോ ഫോൺ തട്ടിപ്പറിക്കാൻ നോക്കുന്നുണ്ട്. ഒരു മിനിറ്റ് പറഞ്ഞിട്ടേന്നേ. അപ്പോഴൊന്നും ശോഭാ സുരേന്ദ്രന് ഈ അശ്ലീല ആഗ്യം കാണിച്ചു എന്ന് പറയുന്ന കമന്റ് ഇല്ല. അശ്ലീല ആഗ്യം താങ്കളെ കാണിച്ചു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ത്രീനെ കാണിച്ചുവെങ്കിൽ അവരത് ചോദിക്കാൻ വേണ്ടി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യത്തെ ഡയലോഗ് എന്തായിരിക്കും? പക്ഷേ രണ്ടാമത്തെ ഡയലോഗ് എന്തായിരിക്കും? മൂന്നാമത്തെ ഡയലോഗായിട്ടെങ്കിലും നീ എന്നെ അശ്ലീല ആംഗ്യം കാണിച്ചില്ല എന്ന് പറയണ്ടേ? അത്തരത്തിലുള്ള ഒരു കാര്യം പറയുന്നില്ല. ആ പറയുന്നത് എപ്പോഴാണ്? പിന്നെ പത്രക്കാരെ കാണുമ്പോൾ, മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുന്ന കവചം എടുത്തുകൊണ്ട് അടുത്ത നുണ പറയുകയാണ്.